നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പീരിമേട് താലൂക്കിൽ പട്ടുമല എന്ന എസ്റ്റേറ്റ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. ഈ പ്രദേശത്ത് വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് പട്ടുമല പള്ളി എന്നാണ് ഇതിൻ്റെ പേര്. ഈ പ്രദേശത്തിൻ്റെ പേരും പട്ടുമല എന്നോ മറ്റോ ആണ്. ചുറ്റുപാടും തേയില, കാപ്പി, ഏലയ്ക്ക തുടങ്ങിയ എസ്റ്റേറ്റുകളാണ്. പച്ചപ്പ് കൊണ്ട് മൂടിയ കുന്നിൻ മലഞ്ചെരിവുകളുടെ നടുവേ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം പീരിമേട്, കുട്ടിക്കാനം, പാമ്പനാം തുടങ്ങിയ ഈ പ്രദേശത്തെ വളരെ പ്രശസ്തമായ ഒരു ദേവാലയമാണ്. ഇതുവഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികളാവട്ടെ ഈ ദേവാലയം സന്ദർശിക്കുകയും ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ ചിത്രീകരിക്കുകയും പതിവാണ്. ദേവാലയത്തിൻ്റെ ഉൾഭാഗം ചിത്രീകരിക്കാൻ അനുവദിക്കുന്നതല്ല എന്ന് ബോർഡ് സ്ഥാപിച്ചതിനാൽ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ് ദേവാലയത്തിൽ പ്രധാനമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പട്ടുമല മാതാവ് പള്ളി എന്നാണ് ഈ പള്ളിയുടെ നാമം. പള്ളിയോട് ചേർന്ന് പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുരിശാണ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് തിരി കത്തിക്കുന്ന പ്രദേശം. ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഈ കുരിശിൻ ചുവട്ടിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത്. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച പള്ളിയായതിനാൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ നിത്യേന എത്തിച്ചേരാറുണ്ട്. ഒപ്പം തന്നെ ടൂറിസ്റ്റുകളും ഈ ദേവാലയം സന്ദർശിച്ച് മടങ്ങുന്നത് പതിവാണ്. ഓരോ ക്രിസ്മസ് ദിനരാത്രങ്ങളും ഈ ദേവാലയത്തിൽ വളരെ പവിത്രമാണ്. ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ തണുപ്പ്, മഞ്ഞ് തുടങ്ങിയവ ധാരാളം ലഭിക്കുന്ന പ്രദേശമായതിനാൽ എല്ലാ വർഷവും ക്രിസ്മസ് രാത്രി അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വളരെ ആർഭാടത്തോടെ നാട്ടുകാരും ഭക്തജനങ്ങളും ഒപ്പം വിദേശികളും ടൂറിസ്റ്റുകളും ഇവിടെ എത്തിച്ചേർന്ന് ആഘോഷിക്കാറുണ്ട്. പട്ടുമല പള്ളി കൊടിമരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ താഴെ കാണുന്ന റോഡാണ് കുമളി കോട്ടയം മെയിൻ റോഡ്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ തേയില, കാപ്പി, ഏലയ്ക്ക തുടങ്ങിയ ഒപ്പം കുരുമുളക് തുടങ്ങിയ ധാരാളം കൃഷി ചെയ്യുന്ന എസ്റ്റേറ്റ് മേഖലയായതിനാൽ ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ കൊടും തണുപ്പ് ഈ പ്രദേശത്ത് അനുഭവപ്പെടാറുണ്ട്. നിലവിൽ നോർമലി ഇവിടെ തണുപ്പുള്ള പ്രദേശം തന്നെയാണ് എസ്റ്റേറ്റ് മേഖലയായതിനാൽ. എന്നാൽ ഡിസംബർ, ജാനുവരിയിൽ ഇത് തണുപ്പ് 10 മടങ്ങ് വർദ്ധിക്കലാണ് പതിവ്. ഇപ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ കാണുന്നവരെല്ലാം ടൂറിസ്റ്റുകളാണ്, ഈ കാണുന്ന വിദേശി ഉൾപ്പെടെ. ഈ പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള ഒരു നഗരം എന്ന് പറയുകയാണെങ്കിൽ, ചെറിയ ഒരു ജംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പറയാനുള്ളത് വണ്ടിപ്പെരിയാർ നഗരമാണ്. അത് ഏതാണ്ട് കഷ്ടിച്ച് 10 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പ്രദേശത്തുള്ളവർ കുമളി കഴിഞ്ഞാൽ പിന്നെ വണ്ടിപ്പെരിയാർ നഗരത്തെയാണ് ആശ്രയിക്കുന്നത്. കുമളിയേക്കാൾ കൂടുതൽ വ്യാപാരിക സ്ഥലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് വണ്ടിപ്പെരിയാർ കവലേനെയാണ്. നഗരമെന്ന് പറയാൻ പറ്റിയാൽ ഒരു ജംഗ്ഷൻ. എൻ്റെ ഈ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.